പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 മിഥുനമാസം 18-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധവാരം. നാളെ ബുധവാരം തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:21. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്ന രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ബുധനാഴ്ചത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 12 മണി വരെ, രാഹുകാലം വരെ ഉത്രം നക്ഷത്രവും അതിനുശേഷം അത്തം നക്ഷത്രവുമാകുന്നു. നാളെ വെളുത്തപക്ഷം സപ്തമി തിഥിയാകുന്നു. ഇന്നലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥി ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സുബ്രഹ്മണ്യ പൂജയൊക്കെ ചെയ്തിരിക്കും, ഷഷ്ഠിവ്രതം എടുത്തിരിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അഡ്വാൻസായി നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുവാനുമുള്ള ഒരു സൗകര്യമാണ് ഡോക്ടർ മാരാർജി എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ നാളെ എന്ന വിഷയത്തിലൂടെ നാം ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രേക്ഷകർ അത് ഫോളോ ചെയ്യുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. നാളത്തെ ഉത്തര നക്ഷത്രം ഉച്ചയ്ക്ക് വരെ നല്ലതാണ്. വെളുത്തപക്ഷത്തിലെ സപ്തമി നല്ല തിഥിയാകുന്നു. 12 മണി കഴിഞ്ഞാൽ പിന്നെ അത്തം നക്ഷത്രമാകുന്നു. നാളെ കാലത്ത് ഉത്തര നക്ഷത്രത്തിന്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഉത്തര നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകയാൽ, കാർത്തിക ഉത്തരം ഉത്രാടം നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം സൂര്യനാകയാൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. വൈകിട്ട് അത്തം നക്ഷത്രമാണ്. അത്തം ചന്ദ്രന് ആഭിമുഖ്യമുള്ള ശക്തിയുള്ള നക്ഷത്രമാകയാൽ ദേവി വിഷയത്തിൽ ദേവീക്ഷേത്ര സന്ദർശനവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെയാകാം. നാളെ വൈകിട്ട് നരസിംഹക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ പൂജ ചെയ്യാം, അല്ലെങ്കിൽ പാനകം വഴിപാടായി സമർപ്പിക്കുന്നതും ബുധനാഴ്ച എന്ന ദിവസത്തിന് പ്രസക്തി ഏറുന്നതായിരിക്കും. ബുധനാഴ്ചയെ കൊണ്ടാണ് നാം നരസിംഹം, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, വരാഹമൂർത്തി മുതലായ അവതാര ദൈവങ്ങളെ ചിന്തിക്കുന്നത്. ഉത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. ഒരു കാര്യത്തിനൊഴികെ വാങ്ങാനും കൊടുക്കാനും ഉത്തര നക്ഷത്രം പാടില്ല. ഉത്തരത്രയം ഏറ്റവും ശുഭമായ നക്ഷത്രമാകുന്നു. ഉത്രാടം, ഉത്രട്ടാതി. പക്ഷേ വാങ്ങാൻ കൊടുക്കാൻ ഉത്തര നക്ഷത്രത്തിന് ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നില്ല. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ നാളെ നല്ലത്, ബാങ്കിങ്ങുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾക്കൊക്കെ നല്ലത് ഉച്ചയ്ക്ക് ശേഷമുള്ള അത്തം നക്ഷത്രമാകുന്നു. നാളെ 2:05 മുതൽ 3:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും വെളുത്തപക്ഷത്തിലെ അത്തമാണ്. അത് പ്രോസ്പെരിറ്റിയെ സൂചിപ്പിക്കുന്നു. വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയുമാകുന്നു. ആ ഒരു സമയം എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.